ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ കൊച്ചിയിൽ നിന്ന് വരുന്നത്. എറണാകുളം പനമ്പള്ളി നഗറിലാണ് നവജാത ശിശുവിനെ നടു റോഡിൽ കണ്ടെത്തിയത്. റോഡിലേക്ക് വലിച്ചെറിയുന്ന ദൃശ്യം CCTVയിൽ പതിഞ്ഞിരുന്നു. സമീപത്തെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പോലീസ് തുടങ്ങിയത്. ഒരു ഫ്ളാറ്റിൽ നിന്നാണ് പാഴ്സൽ കവറിലാക്കി നവജാത ശിശുവിന്റെ മൃതദേഹം റോഡിലേക്ക് എറിഞ്ഞത്. പോലീസ് നിരവധി പേരെ ചോദ്യം ചെയ്തിരുന്നു. ഒടുവിൽ ഈ സംഭവത്തിന്റെ ദുരൂഹത അല്പസമയം മുമ്പാണ് നീങ്ങിയത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. പ്രതിയായ യുവതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. 5C എന്ന ഫ്ളാറ്റിലെ താമസക്കാരെ ആണ് ചോദ്യം ചെയ്തത്. അല്പം മുമ്പ് അച്ഛനും അമ്മയും മകളുമായിരുന്നു ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത്. മകൾ ഗർഭിണിയായിരുന്നു. ഈ വിവരം അച്ഛനും അമ്മയും അറിഞ്ഞിരുന്നില്ല. ജനിച്ച ഉടനെ കുട്ടിയെ വലിച്ചെറിയുകയായിരുന്നു. ഇന്ന് രാവിലെ ഇതുവഴി കടന്നു പോയവരാണ് മൃതദേഹം കണ്ടത്. ഇതേക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ ആദ്യം നോക്കാം. ബാക്കി പ്രൊസീജിയർ അതുപോലെ തന്നെ അതിൻ്റെ പ്രൊസീജിയർ ഡിലേ ഇല്ലാതെ തന്നെ നടത്താൻ വേണ്ടി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. അപ്പോൾ പേരന്റിന്റെ ഇൻവോൾവ്മെന്റ് പ്രഥമ വിഷയം ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് പേരൻസ് തന്നെയാണ് പറഞ്ഞത്. വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ യുവതി അതിജീവിതയാണെന്നാണ് പോലീസ് അല്പസമയം മുമ്പ് പറഞ്ഞത്. ബലാത്സംഗത്തിന് ഇരയായിരുന്നു. യുവതി ഗർഭിണിയാണ് എന്നുള്ള വിവരം അച്ഛനും അമ്മയ്ക്കും അറിയില്ലായിരുന്നു. പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം റോഡിൽ കണ്ടെത്തിയത് സമീപത്തെ ആളുകളാണ്. ഒരു ഫ്ളാറ്റിൽ നിന്നാണ് മൃതദേഹം വലിച്ചെറിഞ്ഞത് എന്ന് ആദ്യം വിവരം കിട്ടിയിരുന്നു. CCTVയിൽ ദൃശ്യവും പതിഞ്ഞിരുന്നു. തുടർന്ന് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഒരു ഫ്ളാറ്റിലേക്ക് അന്വേഷണം ചെന്നെത്തിയത്. അവിടെയുള്ള ആളുകളെ പോലീസ് ചോദ്യം ചെയ്തതിലൂടെ കാര്യങ്ങൾ വ്യക്തമാവുകയായിരുന്നു. ഇതുവഴി കടന്നുപോയവർ രാവിലെ മൃതദേഹം കണ്ടു. അവരുടെ പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. ആമസോൺ കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. ഏകദേശം ഒരു 8:15 സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഫുട്ടേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. കാരണം അതിലെ ടൈമിംഗ് നോക്കുമ്പോൾ 8:17 ആ സമയം മുതലാണ് ഇത് വീഴുന്നതായിട്ട് കാണപ്പെടുന്നത്. അതിനുശേഷം ഒരു 8:30 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വിവരം കിട്ടി. ഞങ്ങളിവിടെ എത്തുകയും ചെയ്തത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കുട്ടി മരിച്ചു കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത് നവജാത ശിശുവാണ്. പൊക്കൽ കൂടി പോലും കട്ട് ചെയ്തിട്ടില്ല. ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. സംഭവം വഴിയത്തെ ബൈക്കിന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായത്. അതിനുശേഷം അറിയിച്ചിട്ടാണ് മൂടിയിട്ടതും പോലീസ് വരുന്നത്. ഇതെങ്ങനെ സംഭവിച്ചെന്നുള്ളത് അറിയില്ല. അങ്ങനെ സംഭവിതാണ് 8:10 സംഭവം അറിഞ്ഞപ്പോൾ. ആ കുട്ടി അല്ല 1-2 ദിവസം പ്രായമുള്ള കുഞ്ഞു കുട്ടിയാണ്. പൊക്കിൾക്കൊടി വീണപ്പോ ഫോട്ടോ ഇവിടെ ഒരു പുള്ളി ഉണ്ടായിരുന്നു. കണ്ട ഒരാൾ പുള്ളി മാറിക്കളഞ്ഞ്. ശരി, ആ ഫോട്ടോയിൽ കണ്ടപ്പോ അതിൽ പൊക്കിൾക്കൊടി ഉണ്ട്. വീണിട്ട് 2 വീലേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണി. 2 ഫ്ലാറ്റിലും സെക്യൂരിറ്റികൾ അനങ്ങാണ്ട് നിന്നിച്ച് പുള്ളി പറഞ്ഞ കഥയാണ്. പുള്ളി മാറിക്കളഞ്ഞ്. അത് കഴിഞ്ഞിട്ട് വലിയൊരു വണ്ടി വന്നപ്പോ പേപ്പർ പറഞ്ഞപ്പോ കണ്ടിട്ട് ചവിട്ടി നിർത്തി. അല്ലെ കയറിപ്പോണ്ട് മാറിപ്പോയത് തന്നെ ഭാഗ്യം. ഇല്ലെങ്കിൽ ആ വണ്ടികൾ കയറിപ്പോയി നമുക്കത് കേട്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. എന്തൊരു ദാരുണമായ അന്ത്യം കണ്ടില്ല. നമ്മൾ കേട്ടിട്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് അത്ര ഒരു ഇതാണ്. ഞാനിപ്പോ മേളിൽ കയറി ചെന്നത് വേറൊന്നുമല്ല. അങ്ങനെ ഒരു ഡെലിവറി നടന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഈ വീട്ടില് അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഒരു ഡോക്ടറിന്റെ സേവനം ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിൽ അത് ഇപ്പൊ ആര് ചെയ്തു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടില്ല. അതകത്ത് വാതിലടച്ചിട്ട് പോലീസും കമ്മീഷണറൊക്കെ അതിനകത്താണ്. അപ്പൊ ഞാനിങ്ങനെ ഇൻഫോം ചെയ്തു, ഇങ്ങനെ മെഡിക്കൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായാലും കൊടുക്കണമല്ലോ. കുട്ടി ചെയ്തു എന്ന് നമുക്കറിയില്ലല്ലോ. വേറെ ആരും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അവര് ആള് അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു.
അതാണ് നമുക്ക് പ്രധാനം എന്നുള്ളത്. നമുക്കറിയില്ല ആരാ ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരു വീട്ടില് വേറെ ആർക്കെങ്കിലും സൂചന മാത്രമേ ഉള്ളൂ. ഒരു കൺഫർമേഷൻ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യലിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് അവരുടെ പോലീസ് തന്നെ അത്